സ്നേഹിപ്പാൻ, ഇതുപോലെന്നെ കരുതുവാൻ, ഇതുപോലെന്നെ നടത്തുവാനാരുണ്ട്? ഇതുപോലെന്നെ സ്നേഹിപ്പാൻ, ഇതുപോലെന്നെ കരുതുവാൻ, ഇതുപോലെന്നെ നടത്തുവാനാരുണ്ട്? എന്റെ യേശു മാത്രം, യേശു മാത്രം, എന്റെ യേശു മാത്രം, യേശു മാത്രം, എന്റെ യേശു മാത്രം, യേശു മാത്രം, എന്റെ യേശു മാത്രം, യേശു മാത്രം. മുന്നിൽ ചെങ്കടൽ കലങ്ങി മറിയുമ്പോൾ, പിന്നിൽ ഫറവോൻ സൈന്യം മലരുമ്പോൾ, മുന്നിൽ ചെങ്കടൽ കലങ്ങി മറിയുമ്പോൾ, പിന്നിൽ ഫറവോൻ സൈന്യം അലറുമ്പോൾ, പാതയറിയാ പകച്ചു നിൽക്കുമ്പോൾ, പാത കാട്ടി നടത്തിടുന്നു. പാതയറിയാ പകച്ചു നിൽക്കുമ്പോൾ, പാത കാട്ടി നടത്തിടുന്നു. ഇതുപോലെന്നെ സ്നേഹിപ്പാൻ, ഇതുപോലെന്നെ കരുതുവാൻ, ഇതുപോലെന്നെ നടത്തുവാനാരുണ്ട്? എന്റെ യേശു മാത്രം, യേശു മാത്രം, എന്റെ യേശു മാത്രം, യേശു മാത്രം, എന്റെ. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ കാൽവരിനാഥം സന്ദേശങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ യാത്രയിൽ കർത്താവ് കരഞ്ഞു എന്ന് വായിക്കുന്ന ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് നമുക്കറിയാം, ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ നിന്ന് കർത്താവ് കരഞ്ഞ കരച്ചിൽ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആ കല്ലറയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. കർത്താവ് യേശു ക്രിസ്തുവും ലാസറും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ആഴം നമുക്കൊന്ന് തിരിച്ചറിയാം. എന്തിനാണ് കർത്താവ് കരഞ്ഞത്? കല്ലറയ്ക്കൽ കരഞ്ഞ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് മുമ്പിൽ അവൻ കരയുന്നവനാണ്, ദുഃഖിക്കുന്നവനാണ്, വേദനിക്കുന്നവനാണ് എന്ന് ഈ വചനത്തിലൂടെ നാം തിരിച്ചറിയണം. സ്നേഹിത, ക്രിസ്തീയ ജീവിത യാത്രയിൽ നമുക്ക് തുണയായി ആരുമില്ല എന്ന് കരുതുമ്പോൾ, സ്നേഹിപ്പാൻ ആരുമില്ല എന്ന് കരുതുമ്പോൾ, നമ്മെ പരിപാലിക്കാൻ ആരുമില്ല എന്ന് കരുതുമ്പോൾ, നമ്മുടെ അടുത്തു വന്ന് നമ്മെ ആശ്വസിപ്പിച്ച് ആശ്ലേഷിപ്പിച്ച് നാം കരയുമ്പോൾ കൂടെ കരയുന്ന, നാം വേദനിക്കുമ്പോൾ കൂടെ വേദനിക്കുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന, നിത്യ സമാധാനം നൽകുന്ന ഒരുവനുണ്ട്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. കല്ലറയ്ക്കൽ കരയുന്നവനാണവൻ. മറ്റുള്ളവരെല്ലാം നിന്റെ വീട്ടിൽ കരഞ്ഞപ്പോൾ കർത്താവ് കല്ലറയ്ക്കൽ വന്ന് കരയുക മാത്രമല്ല, നിന്നെ ജീവനോടെ മടക്കി വരുത്തുവാൻ അധികാരമുള്ളവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലാണ് നാം ഇന്നായിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ചെല്ലുമ്പോൾ 11-ാം അധ്യായത്തിലാണ് പ്രധാനമായിട്ടും ഈ ഭാഗം നാം വായിക്കുന്നത്. 12-ാം അധ്യായത്തിലും അതിൻ്റെ ബാക്കി പത്രങ്ങളുണ്ട് എങ്കിലും 11-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ലാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തെ, കർത്താവുമായ തൻ്റെ ജീവിത ബന്ധത്തെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഭാഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ആരായിരുന്നു ലാസർ? മറ്റൊന്നും അവിടെ എഴുതിയിരുന്നില്ല. അവൻ കർത്താവിൻ്റെ സ്നേഹിതനായിരുന്നു. വളരെ ആഴമായ സ്നേഹബന്ധം ലാസറും കർത്താവും തമ്മിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബഥാന്യ എന്ന് പറയുന്ന പട്ടണത്തിൽ കർത്താവ് പലപ്പോഴായിട്ട് കടന്നു വരികയും ലാസറിൻ്റെ ഭവനത്തിൽ കടന്നു വന്ന് അവരൊരുമിച്ച് സന്തോഷിക്കുകയും ചെയ്യുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അവന് 2 സഹോദരിമാരുണ്ടായിരുന്നു എന്ന് വായിക്കുന്നു, മാർത്ത, മറിയ. ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവ സഹായം എന്നുള്ളതാണ്. മറിയ എന്ന വാക്കിൻ്റെ അർത്ഥം കയ്പുള്ളത് എന്നാണ്. മാർത്ത എന്ന വാക്കിൻ്റെ അർത്ഥം മാന്യ സ്ത്രീ എന്നുള്ളതാണ്. 3 അനുഭവങ്ങളാണ് ജീവിതത്തിലുള്ളത്. ഒന്ന്, ദൈവസഹായം. ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കും പറയാൻ കഴിയുന്ന അതാണ്, ഇതെല്ലാം ദൈവത്തിൻ്റെ സഹായമാണ്. ലാസറിനെ സംബന്ധിച്ച് നമുക്കതാണ് പറയാൻ കഴിയുന്നത്, അവൻ്റെ ജീവിതം തന്നെയും ദൈവത്തിൻ്റെ സഹായമാണ്. അടുത്തത് മറിയെക്കുറിച്ച് നാം വായിക്കുന്നു. അവളുടെ വാക്കിൻ്റെ അർത്ഥം കയ്പുള്ള. ജീവിതത്തിൽ ദൈവത്തിൻ്റെ സഹായങ്ങൾ അനുഭവിച്ച് മുമ്പോട്ട് ജീവിക്കുമ്പോൾ ചിലപ്പോൾ കയ്പിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകാം, വേദനയുടെ അനുഭവങ്ങൾ കടന്നു പോകാം, നാം ഇഷ്ടപ്പെടാത്ത ചില അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. അവിടെ അടുത്തത് മാർത്തയെക്കുറിച്ച് വായിക്കുന്നത് മാന്യ സ്ത്രീ, മാന്യമായ. ദൈവം ഏത് കയ്പിൻ്റെ അവസ്ഥയിലൂടെ നമ്മെ കൊണ്ടുപോയാലും മാന്യതയുള്ള ഒരു മേഖലയിൽ, ഒരു നിലയിൽ കർത്താവ് നമ്മെ കൊണ്ടെത്തിക്കുമെന്നുള്ളത് ഈ അനുഭവത്തിലൂടെ തിരിച്ചറിയും. അതാണ് ഒന്നാമത്തെ ഭാഗത്തൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്.
രണ്ടാമത്തെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ലാസറിനെ സംബന്ധിച്ച് ചിന്തിച്ചാൽ അവൻ്റെ 4 പൊസിഷൻസ്, 4 സ്ഥാനങ്ങൾ ഇവിടെ സ്മരണീയമാണ്. ഒന്ന്, ലാസർ ദീനമായിട്ട് കിടക്കുന്ന ഒരവസ്ഥ. അതാണ് കർത്താവിനെ ആദ്യമായിട്ട് പ്രിയപ്പെട്ടവർ വന്ന് അറിയിക്കുന്നത്. നിന്റെ സ്നേഹിതനായ ലാസർ ദീനമായി കിടക്കുന്നു. എന്താണ് അസുഖമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ അന്ന് തന്നെ ലാസർ മരണപ്പെട്ടു. അതാണ് നാം ഉടനെ അവിടെ വായിക്കുന്നത്. ലാസർ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു. അതായത് മരണത്തോളം എത്തിയ ഒരു രോഗം അവനെ ബാധിച്ചു. അന്ന് തന്നെ അവൻ മരണപ്പെട്ടു. എന്താണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ഘടകം രോഗം ബാധിച്ചു മരണത്തിലേക്ക് ചെല്ലുന്ന ഒരു അനുഭവം. അതിനെ 2 അർത്ഥത്തിൽ ഞാനിങ്ങനെ പറയട്ടെ. ഒന്ന്, ഒരു പ്രത്യാശയുമില്ലാതെ, ഒരു ലക്ഷ്യവുമില്ലാതെ, ഒരു ആശ്വസിക്കാൻ യാതൊരു വകയുമില്ലാതെ, ക്രിസ്തീയ ജീവിതത്തിൽ സഹായത്തിന് ആരുമില്ലാതെ, പ്രത്യാശയ്ക്ക് വകയില്ലാതെ, ഒരു തരത്തിലും ഒരു മേഖലയിലും ആശ്വസിപ്പാൻ വകയില്ലാതെ മരിക്കുമെന്ന, ഇനി നശിച്ചു എന്ന, സകലതും തീർന്നു എന്ന ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ജീവിക്കുന്ന ചില ദൈവമക്കൾ ഒരു പക്ഷേ ഈ വചനം കേട്ടിട്ടുണ്ടാകാം. ജോലിയുടെ മധ്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ, കുടുംബജീവിതത്തിൽ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, ഏത് കാര്യങ്ങളിലും ഇനി ഒരു ജീവിതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം അമ്പെ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിച്ച് ജീവിതം നിരാശയിൽ നിന്നും നിരാശയിലേക്ക് പോകുന്ന ഒന്നാമത്തെ അനുഭവം. അതാണ് ലാസറിൻ്റെ ജീവിതത്തിലെ അനുഭവം. എന്നാൽ അവിടെ വായിക്കുന്നത് കർത്താവിനെ അവിടെ കടന്നു വന്ന് സൗഖ്യപ്പെടുത്താമായിരുന്നു. കർത്താവ് കഴിവുള്ളവനാണ്. പക്ഷേ കർത്താവ് പിന്നെയും വെയിറ്റ് ചെയ്തു. ലാസർ മരിച്ചു. അനുഭവങ്ങൾ ഒരുപക്ഷെ ഓരോ ദിവസം കഴിയും തോറും നാം പ്രാർത്ഥിക്കുന്നവനാണ് എങ്കിൽ പോലും കഠിനമായി കൊണ്ടിരിക്കാം. ഒന്നിനേക്കാൾ വലിയ കഠിനമായി അടുത്തത് കടന്നു വരാം. സ്നേഹിത, തളർന്നു പോകരുത്. കാരണം ഒരു വലിയ അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നു. ലാസറിന്റെ രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത് അവൻ മരിച്ചു. ഒന്ന്, ദീനമായി കിടന്ന അവസ്ഥ. 2, മരിച്ചു. അതിൻ്റെ അർത്ഥം ഇനി ഒരു തരത്തിലും പ്രത്യാശ ഇല്ല, ഇനി ഒരു തരത്തിലും ആശ്വസിക്കുവാൻ വകയില്ല, ഇനി ഒരു തരത്തിലും ഒരു പ്രതീക്ഷയും നമുക്കില്ല. ഇനി ആ ശവശരീരം കൊണ്ട് അടക്കുക മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ ചില അനുഭവങ്ങൾ എങ്ങനെയാണ്? ഇനി ഒരു തലത്തിലും പ്രത്യാശയില്ലാതെ, ഇനി ഒരു തലത്തിലും ആശ്വസിപ്പാൻ വകയില്ലാതെ, ഫുൾ സ്റ്റോപ്പ് എന്ന് ചിന്തിക്കുന്ന ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വരാം. ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ആശുപത്രിയിൽ ചെല്ലുമ്പോൾ, സാമ്പത്തിക വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ, ജോലിയോടുള്ള ബന്ധത്തിൽ നാം കേൾക്കും ഇനി രക്ഷയില്ല, ഇനി ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളുക, അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരും. ഓർക്കണേ, ഇത് ദൈവം അറിയാതെയല്ല ആ വാക്കുകൾ നമ്മെ കേൾപ്പിക്കുന്നത്. ദൈവം അറിഞ്ഞുകൊണ്ടാണ്, ദൈവം അറിഞ്ഞതുകൊണ്ട് തന്നെ കേൾപ്പിക്കുക. അങ്ങനെയെങ്കിൽ ചോദിക്കാം, ദൈവം തിന്മ ചെയ്യുമോ? നമ്മുടെ ജീവിതത്തിൽ ദൈവം തിന്മ ചെയ്യുന്നവനല്ല. പക്ഷേ പല അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് തിന്മയായിട്ട് തോന്നാം. സകലതും നന്മയ്ക്കായിട്ട് ഒരുക്കുന്ന ഒരുവനാ ദൈവം. മരിച്ചു എന്ന് കരുതുന്നുണ്ടോ? വെയിറ്റ് ചെയ്യുക. കർത്താവിൻ്റെ അത്ഭുതം നിന്റെ ജീവിതത്തിലേക്ക് വരാനായിട്ട് പോവുകയാണ്. മൂന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത് 4 ദിവസമായി കല്ലറയ്ക്കുള്ളിലിരുന്ന് നാറ്റം വെച്ച അവസ്ഥ. നോക്കിക്കോണേ, രോഗമായി കിടന്ന ഒന്നാമത്തെ അവസ്ഥ, മരിച്ചുപോയ അവസ്ഥ. അതിനേക്കാൾ ഭയാനകരമാണ് ആ കല്ലറയിൽ വെച്ച് 4 ദിവസമായി ശവശരീരം ഊതി വീർത്ത് പൊട്ടി അളിഞ്ഞ് നാറ്റം വെച്ചൊരവസ്ഥ. ഒരു പക്ഷേ രോഗിയായി കിടന്നപ്പോൾ കർത്താവിന് വന്ന് സൗഖ്യമാക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ആളുകൾ എന്തു പറയും? അത് കർത്താവിൻ്റെ അത്ഭുതമൊന്നും അല്ല. കാരണം അവൻ രോഗിയായി കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ, ചൂടുവെള്ളം കുടിച്ചപ്പോൾ, നല്ലൊരു വിശ്രമം കിട്ടിയപ്പോൾ അവനെ എഴുന്നേറ്റു, അത്രേ ഉള്ളൂ. അതുകൊണ്ടാ ദൈവം നിന്നെ മരിക്കാൻ അനുവദിച്ചത് സ്നേഹിത. കാരണം യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് നിനക്ക് മാത്രമല്ല, സമൂഹത്തിനും ലോകത്തിനും നീ ഒരു സാക്ഷ്യമായി തീരണമെങ്കിൽ നീ മരിക്കണം. നിന്റെ ജീവിതത്തിൽ ആ മരണം സംഭവിക്കണം. അതുകൊണ്ട് ഭയപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്. മരിക്കുവാൻ അനുവദിച്ച ദൈവത്തെ സ്തോത്രം ചെയ്യണം. മരിക്കുവാൻ അനുവദിച്ചാലേ കർത്താവിൻ്റെ അത്ഭുതം നടക്കൂ. ഇവിടെ മരണവും മാത്രമല്ല, ശവശരീരം നാറ്റം വെച്ച് തുടങ്ങി, ദ്രവിച്ചു തുടങ്ങി. സ്നേഹിത, വീണ്ടും ദൈവത്തെ സ്തുതിക്കുക. എൻ്റെ ദൈവത്തിൻ്റെ ശക്തി മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ, ആമേൻ, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി മറ്റുള്ളവർക്ക് തിരിച്ചറിയണമെങ്കിൽ, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് 4 പേർ അറിയണമെങ്കിൽ, സ്തോത്രം, നീ മരിക്കുക മാത്രമല്ല, നിന്റെ പ്രത്യാശയും നേട്ടവും സമ്പത്തുമെല്ലാം ദ്രവിച്ച് അളിഞ്ഞ് പാടേ നശിച്ചു പോകണം. എന്നാലേ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയും. രോഗിയായി കിടക്കുമ്പോൾ സൗഖ്യമാക്കിയിരുന്നെങ്കിൽ പറഞ്ഞാൽ ഇത് കർത്താവിൻ്റെ കഴിവല്ല, അവനങ്ങ് എഴുന്നേറ്റു, അത്ര തന്നെ, അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് കർത്താവ് വന്ന് സൗഖ്യപ്പെടുത്തിയിരുന്നെങ്കിൽ, ഉയർത്തെഴുന്നേറ്റിരുന്നെങ്കിൽ, ഒരു പക്ഷേ കുറേ ആളുകൾ പറയും അവൻ സത്യത്തിൽ മരിച്ചിട്ടില്ല, ഒരു അബോധാവസ്ഥയിലായിരുന്നു, നമ്മൾ പറയുന്ന പോലെ ഒരു കോമ സ്റ്റേജിലായിരുന്നു, അങ്ങനെ മരിച്ചിട്ടില്ല. കർത്താവ് വന്ന് ഒന്ന് വിളിച്ചപ്പോഴത്തേക്ക് നല്ലൊരു ശബ്ദം കിട്ടിയപ്പോഴേക്ക് അവനെ നെഞ്ചത്തൊക്കെ തടവി ഒന്ന് ആശ്വസിപ്പിച്ചപ്പോഴത്തെ അവൻ ഉയർന്നു, അത്രയേ ഉള്ളൂ, അല്ലാതെ മരിച്ചതൊന്നുമല്ല. അവിടെയും ദൈവനാമം മഹത്വപ്പെടാനിടയാകുന്നില്ല. എന്നാൽ ഇപ്പോൾ മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച സ്ഥിതിക്ക്
ഈ യഹൂദന്മാരായ ജനത്തിന് ഈ ലോകത്തിന് ഇനി ഒന്നും സംസാരിക്കാൻ കഴിയില്ല. ചിലപ്പോൾ പറയും, ദൈവപൈതലേ താങ്കൾ നശിച്ചു. മറ്റുള്ളവർ പറയും, കണ്ടില്ലയോ അവൻ നശിച്ചു, അവൻ തീർന്നു, ഫുൾ സ്റ്റോപ്പ്, ഫിനിഷ്. പ്രയാസപ്പെടരുത്. നാളെ ഒരുപക്ഷെ അതിനേക്കാൾ ദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് നീ കടന്നു പോകാം. ഭയപ്പെട്ടു പോകരുത്. നാലാമത്തെ വസ്തുത ഞാൻ ഇങ്ങനെ പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിനോട് കൂടെ ആമേൻ പന്തിയിലിരിക്കുന്ന ലാസർ, സ്തോത്രം, ഇപ്പോൾ അവൻ്റെ ശരീരം അളിഞ്ഞ് ദ്രവിച്ചിട്ടില്ല. ആരോഗ്യം പ്രാപിച്ച ശരീരവുമായി, സൗഖ്യം പ്രാപിച്ച ശരീരവുമായി, ബലപ്പെട്ട ശരീരവുമായി കർത്താവ് യേശു ക്രിസ്തുവിനോട് ചേർന്നിരുന്ന് ചില നാളുകൾക്ക് ശേഷം അവരൊരുമിച്ച് ആ പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ലോകത്തിലെ ജനം, സമൂഹത്തിലെ ജനം, അത് കണ്ട യഹൂദന്മാർ, അത് കണ്ട സകല ജനവും പറഞ്ഞു, ഇവൻ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്, അവൻ മാത്രമേ അത്ഭുതം പ്രവർത്തിക്കുകയുള്ളൂ, അവനാണ് ജീവിക്കുന്ന ദൈവം, അവനാണ് സത്യവാനായ ദൈവം, യേശു ക്രിസ്തുവിന് മാത്രമേ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വെച്ച് അനേകർ കർത്താവിൽ വിശ്വസിച്ചു. സ്തോത്രം. അതാണ് ദൈവത്തിന്റെ മഹത്വം. ഈ വചനം കേൾക്കുമ്പോൾ സ്നേഹിത ഇങ്ങനെ ചിന്തിക്കുക, ദൈവം അത്ഭുതം ചെയ്യും. ഞാൻ ഒരു വസ്തുത പറഞ്ഞ് അടുത്ത വിഷയത്തിലേക്ക് പോകട്ടെ. 100 തവണ പരീക്ഷ എഴുതി തോറ്റെങ്കിലും പ്രയാസപ്പെടേണ്ട, 101ാമതൊന്ന് എഴുതി നോക്കണം. അവിടെയും പരാജയമാണെങ്കിൽ 102ാമത് എഴുതി നോക്കണം. കർത്താവ് 102ാമതോ 103ാമതോ അല്ല, 104ാമതോ ആയിരിക്കും നിനക്കൊരു വിജയം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുവരെ തപ്പിച്ചെന്നത് നേടുവാൻ കഴിയണം. സ്തോത്രം. അതുവരെ നേടുവാൻ നിനക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കരുത്. കർത്താവിൻ്റെ സമയം വരെ കാത്തിരിക്കാൻ കഴിയണം. കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. കർത്താവിൻ്റെ 2-3 പ്രഖ്യാപനങ്ങളെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒന്ന്, ആ 11-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവോട് പറയുന്നുണ്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രനെ മഹത്വപ്പെടേണ്ടതിന്. എന്തിനാണ് ലാസർ ദീനപ്പെട്ടത്? എന്തിനാണ് അവൻ മരിച്ചത്? എന്തിനാണ് അവൻ ദ്രവിച്ചു തുടങ്ങിയത്? ദൈവനാമം മഹത്വപ്പെടാൻ. എങ്ങനെ മഹത്വപ്പെട്ടു? രോഗിയായി കിടന്നപ്പോഴല്ല, മരണപ്പെട്ടപ്പോഴല്ല, അവൻ്റെ ശരീരം അളിഞ്ഞു തുടങ്ങി. യഹൂദ വിശ്വാസം അനുസരിച്ച് 3 ദിവസം അവരെ മരിച്ചോ മരിച്ചില്ലയോ എന്നുള്ളൊരു കോമയിലിട്ടേക്കും. 3 ദിവസം കഴിയുമ്പോഴാണ് ഇവൻ യഥാർത്ഥമായിട്ട് മരിച്ചു എന്ന് ബോധ്യപ്പെടുന്നത്. കർത്താവ് 4ാമത്തെ ദിവസം അവിടെ വന്നു. യഹൂദന്മാരെ, നിന്റെ വിശ്വാസത്തെക്കാൾ വലുതാണ് എൻ്റെ ശക്തി, ലോക വിശ്വാസത്തെക്കാൾ ശക്തമാണ് എൻ്റെ കർത്താവിൻ്റെ ശക്തി, ലോകത്തെ സകല ജനത്തിൻ്റെ കഴിവിനേക്കാൾ വലുതാണ് എൻ്റെ ദൈവം. നിന്റെയൊക്കെ സകല വിശ്വാസത്തെയും നശിപ്പിച്ച്, നിന്റെ എല്ലാ കാഴ്ചപ്പാടുകളെയും നശിപ്പിച്ച് അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരുവൻ കർത്താവ് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ഇങ്ങനെ ഉദ്ബോധിപ്പിക്കട്ടെ. യെസ്, കർത്താവ് അത്ഭുതം ചെയ്യും. അത് നിന്റെ ജീവിതത്തിലെ പ്രത്യാശ, നേട്ടം, സമ്പത്ത്, നിന്റെ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, കുടുംബം, കുഞ്ഞുങ്ങൾ, ജോലി, വിദ്യാഭ്യാസം എന്തും അളിഞ്ഞു നാറ്റം വെച്ചെന്ന അവസ്ഥയിൽ വന്നാലും മടക്കിക്കൊണ്ടുവന്ന് പന്തിയിലിരുത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. സ്തോത്രം. അവനാണ് സത്യദൈവം. അവിടെ വായിക്കുന്ന ഈ തരണം മരണത്തിനായിട്ടല്ല. സ്നേഹിത, ഈ വചനം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുക. എനിക്ക് നേരിട്ട പ്രയാസം എന്നെ നശിപ്പിക്കുവാനല്ല, എന്നെ നശിപ്പിച്ച് കളയാനല്ല. ദൈവനാമം മഹത്വപ്പെടണം. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാമോ? അതിനുവേണ്ടി കംപ്ലീറ്റ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? രോഗമോ മരണമോ ദ്രവത്വമോ കടന്നു വന്നാലും ദൈവനാമം മഹത്വപ്പെടണമെങ്കിൽ കർത്താവേ, ഐ ആം റെഡി, എന്നെ തന്നെ നിൻ്റെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവ് 2ാമത് ഇങ്ങനെ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 9ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പകൽ സമയത്ത് നടക്കുന്നവൻ ഇടറുന്നു, രാത്രിയിൽ നടക്കുന്നവനും ഇടറുന്നു, എന്നാൽ കർത്താവിനെ മുറുകെ പിടിച്ചവൻ ഇടറുന്നില്ല എന്ന്. ഈ യഹൂദന്മാരായ ആളുകളും സഹോദരിമാർ തന്നെയും പകലും രാത്രിയും നടന്ന് ഇടറിപ്പോയി. പല കാര്യങ്ങളിൽ ഇടറിപ്പോയി. ഒരു സഹോദരി പറഞ്ഞു, കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കുകയില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, നീ ഇപ്പോൾ വിശ്വസിച്ചാലും അത്ഭുതം നടക്കും. അയ്യോ, അവൻ നാറ്റം വെച്ച് തുടങ്ങി. കർത്താവ് പറയണം, നീ ഇപ്പോൾ വിശ്വസിച്ചാലും. യെസ്, ഈ വചനം കേൾക്കുമ്പോൾ ഞാനിങ്ങനെ പറയട്ടെ, വൈദ്യശാസ്ത്രം താങ്കളെ തള്ളിയെന്ന് വരാം, ഈ ലോക ജനം താങ്കളെ തള്ളിക്കളഞ്ഞു എന്ന് വരാം, ഈ ലോകത്തിലെ സകല ശക്തികളും വ്യക്തികളും താങ്കളെ തള്ളിക്കളഞ്ഞു എന്ന് വരാം. എന്നാൽ അവിടെ ഞാൻ ഇങ്ങനെ പറയട്ടെ, നീ ഇപ്പോൾ വിശ്വസിച്ചാലും, ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ രോഗമുള്ള, വേദനയുള്ള, പ്രയാസമുള്ള ആ ശരീരത്തിലേക്ക്, നിന്റെ പ്രതിസന്ധിയുള്ള മേഖലയിലേക്ക്, ബുദ്ധിമുട്ടുള്ള ഭാഗത്തേക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ നീ വിശ്വസിച്ചാലും അത്ഭുതം നടക്കും. കാരണം ഞാനോ നിങ്ങളോ അല്ല അത്ഭുതം ചെയ്യുന്നത്, അത്ഭുതം ചെയ്യുന്നത് സർവശക്തനായ കർത്താവാണ്. ഇപ്പോൾ വിശ്വസിച്ചാലും. യെസ്, 2ാമത്തെ കർത്താവിൻ്റെ പ്രഖ്യാപനം. 3ാമത് വരുന്നത് 11-ാം അധ്യായം 11ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. കർത്താവ് പറയുന്നൊരു വാക്കാ. ചോദിക്കാം, അവൻ മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയില്ലേ കർത്താവേ, ഇനി ഉണർത്തുന്നത് എങ്ങനെയാണ്?
ഉണർത്തുന്നത് ഉറങ്ങുന്നവനെയല്ലേ കർത്താവേ? അവൻ മരിച്ച് നാറ്റം വെച്ച് പോയില്ലേ? കർത്താവ് പറയാണ്, അല്ല, അവൻ ഉറങ്ങുകയാണ്. സ്നേഹിത, മരിച്ചു എന്ന് കേൾക്കുമ്പോൾ കൈവിടുന്നവനാണ് ഈ ലോകം മുഴുവനും. ഇനി രക്ഷയില്ല. പക്ഷെ മരിച്ചു എന്ന് കേട്ടാലും നാറ്റം വെച്ചു എന്ന് കേട്ടാലും ഉണർത്താൻ കഴിവുള്ളവനാ എൻ്റെ ദൈവം. ഉണർത്താൻ കഴിവുള്ളവൻ ആ ദൈവം ഇന്ന് നിന്റെ വീട്ടിലേക്ക് വരാൻ പോകുക. ആ ദൈവം ഇന്ന് നിന്റെ കല്ലറയിലേക്ക് വരാൻ പോകുക. ആ ദൈവം ഇന്ന് നിന്റെ ജോലി സ്ഥലത്തേക്ക് വരാൻ പോകുക. നിന്റെ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരാൻ പോകുക. നിന്റെ ബെഡ്റൂമിലേക്ക് കടന്നു വരാൻ പോകുക. നിന്റെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുക. കർത്താവ് ഒരു വിളി വിളിക്കും, ലാസറേ നീ പുറത്തു വരിക. വരുമ്പോൾ കെട്ടപ്പെട്ടവനായിട്ട് വരുന്നു. കെട്ടുകൾ അഴിക്കണം. കെട്ടപ്പെട്ടവനായിട്ട് ജീവനുണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പലരും ഇന്ന് കെട്ടപ്പെട്ടവനായിട്ട് അങ്ങ് ജീവിക്കുക പോരാ, കാലിൻ്റെ കെട്ടുകൾ അഴിക്കണം. അപ്പോൾ കാൽ ഓക്കെ ആയി. കർത്താവിന് വേണ്ടി നടക്കാനുള്ള കാലിൻ്റെ കെട്ടുകൾ അഴിയണം. മുകളിലേക്ക് വരണം, കൈകളുടെ കെട്ടുകൾ അഴിയണം. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള കൈകളായി മൊത്തമായിട്ടില്ല. പിന്നെ മുകളിലേക്ക് വരണം, നാവിൻ്റെ കെട്ടുകൾ അഴിയണം, നിന്റെ കണ്ണിൻ്റെ കെട്ടുകൾ അഴിയണം, ചെവിയുടെ കെട്ടുകൾ അഴിയണം, ശരീരത്തിൻ്റെ കെട്ടുകൾ അഴിയണം. എന്തൊക്കെയാ കെട്ടുകൾ? ലോകപരമായ കെട്ടുകൾ, ജഡികമായ കെട്ടുകൾ, അതൊക്കെ അഴിയണം. ദൈവസന്നിധിയിൽ മുഴുവനായി അഴിച്ച് ഫ്രീ ആയി നിന്നിട്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയണം, കർത്താവേ ഈ ജീവിതം നീ തന്നതാണ്, ഇനി നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ആ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാൻ താങ്കൾക്ക് കഴിയുമോ? കർത്താവ് പറയാണ്, സ്നേഹിത, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഭയപ്പെടാനല്ല, പേടിക്കൊന്നും വേണ്ട. ദൈവനാമം മഹത്വപ്പെടാൻ പോകുക. മരിച്ചാലും മഹത്വപ്പെടുത്തുന്നവൻ, നാറ്റം വെച്ചാലും ദൈവനാമം മഹത്വപ്പെടുത്തുന്നവൻ, അത്ഭുതം ചെയ്യുന്നവൻ, സകലനും ഫുൾ സ്റ്റോപ്പിട്ട് പോയാലും അത്ഭുതം ചെയ്യുന്ന ഒരുവൻ കർത്താവ് യേശു ക്രിസ്തുവാണ്. നീ ഇപ്പോൾ വിശ്വസിച്ചാലും, യെസ്, ഇന്ന് കർത്താവ് പറയാ, പരിശുദ്ധാത്മാ പറയാ, നീ ഇപ്പോൾ വിശ്വസിച്ചാലും വിശ്വസിക്ക്, കർത്താവ് അത്ഭുതം ചെയ്യാനായിട്ട് പോകുന്നു. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവ് അത്ഭുതം ചെയ്യും. ഏത് പ്രതിസന്ധികളെയും പരിഹരിക്കുന്നവനാ കർത്താവ്. അവിടെ ഒരു വലിയ നന്മ നിങ്ങൾ കാണാനായിട്ട് കഴിയും. ഞാൻ വിശ്വസിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് സൗഖ്യം തന്നു. കർത്താവ് അവിടെ പറയാണ്, ഒടുവിൽ 4-ാമത്തെ ഭാഗത്ത് അവിടെ പറയാണ്, 11-ാമത്തെ 44-ാം വാക്യത്തിൽ, അവൻ്റെ കെട്ടഴിപ്പീൻ. ജീവിതത്തിലെ ചില കെട്ടുകൾ അഴിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെല്ലാം മാറ്റിവെച്ച് അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിവനായ കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ വിശ്വസിച്ചാലും അത്ഭുതം നടത്തുമെന്നുള്ള ഉറപ്പോടുകൂടെ ആ മരിച്ച അവസ്ഥയിൽ നിന്ന്, നാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന് പന്തിക്കിരിക്കുന്നവനായ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പോകുക. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി പറയാം, കർത്താവേ എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ, എൻ്റെ പ്രശ്നങ്ങളിലേക്ക് നീ കടന്നു വരണം, എൻ്റെ ബുദ്ധിമുട്ടുകളിലേക്ക് നീ കടന്നു വരണം. എന്നെ അവിടുന്ന് സ്നേഹിക്കുന്നുണ്ട്, എന്നെ അവിടുന്ന് പരിപാലിക്കുന്നുണ്ട്. ആ വലിയ സമർപ്പണത്തോടെ കർത്താവിൻ്റെ കയ്യിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പൂർണ്ണ സമർപ്പണത്തോടെ വീണ്ടുമായിരിക്കാം. ഈ വചനം താങ്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചാണ്. സമർപ്പിക്കുക, മടങ്ങി വരിക, മാനസാന്തരപ്പെടുക. കർത്താവ് കാത്തിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.